നമസ്കാരം. അപ്പോ പാലും പഴം എന്ന് പറയുന്ന ആ ഒരു ചിത്രം മീര ജാസ്മിന്റെ ഒരു കംബാക്ക് ആണ്. തീർച്ചയായിട്ടും ആ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് മുതൽ ചെറിയ ചെറിയ മീഡിയാസിൽ മീര ജാസ്മിന്റെ ഏജിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒത്തിരി വീഡിയോകൾ ഇങ്ങനെ തരംഗമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. എന്നാൽ ആ ഒരു ചിത്രം റിലീസിംഗിന് ശേഷം മീര ജാസ്മിന്റെ ഒരു അസാധ്യ കഴിവാണ് ആ ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പാലും പഴവും? പാലുംപഴം പാട്ടിട്ടുള്ളതാണ്. മൂവി കുഴപ്പമില്ല, ഒരു ജസ്റ്റ് ഒരു റോം കോം കോമഡി എലമെന്റ് ഉള്ള ഒരു റൊമാൻറ്റിക് സംഭവം. രസമുണ്ടായിരുന്നു, അത്യാവശ്യം ക്യൂട്ടായിരുന്നു. ആൻഡ് മീര ജാസ്മിന്റെ കരിഷ്മ ഭയങ്കര രസമായിരുന്നു. കാരണം കൊളാബറേഷൻ ആളെ സ്ക്രീനിൽ കാണുമ്പോൾ ഇപ്പോഴും ആ ഒരു പഴയ ഒരു ഭയങ്കര കരിഷ്മയാണ്. ആ ഒരു ചിത്രം കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ ഇപ്പോഴും പഴയൊരു മീര ജാസ്മിന്റെ ഒരു ഹൈ വോൾട്ടേജ് അഭിനയമാണ്. തീർച്ചയായിട്ടും മീര ജാസ്മിനെ കുറിച്ച് ആ ഒരു പ്രേക്ഷകൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ടറിയേണ്ടതാണ്. മൂവി പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ദിലീപിന്റെ മീനത്ത് തലകെട്ട് പോലത്തെ ആ ഒരു തീമാണ്. ലൈക്ക് പ്രായം കൂടിയ ഒരു പെൺകുട്ടീനെ ഒരു ചെറിയ യങ് പയ്യൻ കല്യാണം കഴിക്കുന്നു. അതിലുണ്ടാവുന്ന തമാശ പ്രശ്നങ്ങളൊക്കെ ഒരു നല്ല രസമായിട്ട് ഒരു മൂഡിലിരുന്ന് കാണാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ച് ടോപ്പിക്കാണ്. ശരിക്കും ഈ പാലുംപഴം എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങിയത് മുതൽ ചെറിയ മീഡിയകളിൽ മീര ജാസ്മിന്റെ ഏജിനെ കുറിച്ചൊരു അപവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടായിരുന്നു. ആ ഒരു ഏജ് ഇതിൽ ശരിക്കും തെളിയിച്ച് കാണിക്കുന്നുണ്ട് ആ ഒരു അപവാദത്തിനെ ബേസ് ചെയ്ത്. ഇല്ല, ഇതിന്റെ മൂവിയുടെ കഥ എന്ന് പറയുന്നത് തന്നെ ഒരു 33 വയസ്സായ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു 23 വയസ്സായ പയ്യനെ കെട്ടാണ്. ലവ് മാരേജ് ആ ഒരു ഇതാണ്. പക്ഷെ നല്ല രസമെടുത്തുണ്ട് മീര ജാസ്മിൻ. പക്ഷെ ഭയങ്കര ഒരു ഏജ് ആയ ഇല്ല എനിക്കറിയില്ല, ബട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇപ്പോഴും ആ ഒരു കരിഷ്മ, ആ പഴയ ആ ഒരു വൈബ് ഇപ്പോഴും ആ ഒരു അസാധ്യ കഴിവ് തന്നെയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയാ ഭയങ്കര വല്ലാത്ത സന്തോഷത്തിലിരിക്കുന്നു. മൂവി ആസ് നല്ലതാണ്. DKP നല്ലൊരു ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്യൂട്ട് മൂവി. ശരിക്കും പാലും പഴവും പോലെ തന്നെയാണ് ഈ ഒരു ചിത്രം. അതെ, നല്ല പടമാണ്. എന്റർടൈൻഡ് മൂവിയാണ്, എല്ലാരും പോയി കാണാം. ഫാമിലി മൂവിയാണ്, കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു ഫാമിലി മൂവിയാണ്. കോംബോ ഒക്കെ നല്ല വർക്കിംഗ് ആയിട്ട് എല്ലാരും നന്നായി ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ പ്രേക്ഷകയോട് ചോദിച്ചു, മീര ജാസ്മിന്റെ ഒരു ഏജ് വെച്ചിട്ട് അധിക്ഷേപിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു ചിത്രം ഇറങ്ങുന്നതിന് ഷൂട്ട് തുടങ്ങിയത് മുതൽ മീര ജാസ്മിന്റെ ഏജിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒത്തിരി വിവാദങ്ങൾ ചെറിയ മീഡിയാസിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ ആ ഒരു ഏജിനെ തുറന്നു കാണിക്കുന്നു. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. എന്റർടൈൻഡ് മൂവിയാണ്. ആ കോംബോ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഏജ് ഡിഫറൻസ് ഇതില് ആ ഒരു ക്യാരക്ടറിന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മീര ജാസ്മിന്റെ കംബാക്ക് ആണോ, തിരിച്ചുവരാണോ? ഉറപ്പായിട്ടും പഴയ മീര ജാസ്മിന്റെ അതേ എനർജിയും എല്ലാം ഇതിൽ തിരിച്ച് ഉറപ്പായിട്ടുണ്ട്. എല്ലാരും കാണാം. ഉറപ്പായിട്ടും നല്ല ഹാപ്പിയാണ്, നല്ല എൻഡിങ് ആണ്. ഞാൻ ചെറുതായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതില് ദേവു എന്ന് പറഞ്ഞൊരു ചെറിയ ക്യാരക്ടർ ഉണ്ട്. ഞാൻ വേറെ പടം ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഈ ഒരു പ്രേക്ഷക. തീർച്ചയായിട്ടും ദേവ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ത്രീജനാണ്. പാലും പഴം മീര ജാസ്മിന്റെ ഗംഭീര പരിസരമാണ്. പിന്നെ അശ്വിൻ ജോസിന്റെ ഒരു കോമഡി സിനിമ കൂടിയാണ്. വൺ ടൈം ടു ടൈം വാച്ചബിൾ സിനിമയാണ്. കോമഡി എന്റർടൈൻമെന്റ് ആണ്. VK പ്രകാശിന്റെ കംബാക്ക് സിനിമയാണ്. ഒരുത്തിക്ക് ശേഷം നല്ലൊരു ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്. പിന്നെ കസ്തൂരിമാന് ശേഷം മീര ജാസ്മിന്റെ ഒരു പരിസരമാണ്. എന്റെ ജീവിതത്തിലും പല വിഷയങ്ങൾ വന്നല്ലോ, വിവാദം വന്നല്ലോ. ഇന്നാള് ഒരു കല്യാണ വന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു അതിനൊക്കെ ഒരു എതിരായുള്ള ഒരു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. പാലുംപഴം വളരെ നല്ല മൂവിയാണ്. തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിട്ടൊരു സ്റ്റോറിയാണ്. ഒരു യങ്സ്റ്റർ ആയിട്ടൊരു ആളെ എൽഡറായിട്ടൊരു വുമൺ കല്യാണം കഴിക്കുമ്പോണ്ടാകുന്ന പ്രശ്നം നന്നായിട്ടുണ്ട്. നല്ല മെസ്സേജ് ഒന്നും അല്ല, മെസ്സേജ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതൊരു വലിയ മെസ്സേജ് ഒന്നും അല്ല, പക്ഷെ നല്ലൊരു എന്റർടൈൻമെന്റ്. തീർച്ചയായിട്ടും മീര ജാസ്മിന്റെ ഒരു വലിയൊരു കംബാക്ക് ആണ് ഈ ഒരു ചിത്രം. പാലുംപഴം എന്ന് പറയുന്ന ഈ ഒരു ചിത്രം വലിയൊരു കംബാക്ക് ആണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ രണ്ടു കൈ നീട്ടി സ്വീകരിച്ച ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പോയി ഈ ഒരു ചിത്രം കണ്ടിരിക്കേണ്ടതാണ്. ഈ ചിത്രത്തെ കുറിച്ചുള്ള കമന്റ് ബോക്സിൽ ഐ ആം വെയിറ്റിംഗ്.